കാഞ്ഞങ്ങാട് നഗരസഭയിലെ മൈക്കാനം നഗറിൽ നടപ്പിലാക്കിയ അംബേദ്കർ ഗ്രാമ വികസന പദ്ധതി നാടിന് സമർപ്പിച്ചു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു ഓൺലൈനായാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. This news sponsored by Shobhika Weddings, Big Mall, Kaanyangad, Kozhikode, Koilandi and Kuttiyadi. ഏകദേശം 1 കോടിയോളം രൂപ ചെലവഴിച്ചാണ് മൈക്കാനം നഗറിൽ വിപുലമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്. ഇതിന്റെ ഭാഗമായി റോഡുകളുടെ നവീകരണം, കുടിവെള്ള പദ്ധതി, വീട് നവീകരണം, കമ്മ്യൂണിറ്റി ഹാൾ നവീകരണം, കിണർ നവീകരണം, സോളാർ തെരുവുവിളക്കുകൾ സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ പൂർത്തിയാക്കി. കാസർഗോഡ് ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു പദ്ധതിയുടെ നിർമ്മാണ ചുമതല. പ്രദേശത്തെ പട്ടികജാതി വിഭാഗങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ടാണ് സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഇതിലൂടെ വിഭാവനം ചെയ്ത പ്രവൃത്തികളെല്ലാം മാതൃകാപരമായും സമയബന്ധിതമായും പൂർത്തീകരിച്ചാണ് ഇപ്പോൾ നാടിനായി സമർപ്പിച്ചത്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു വീഡിയോ കോൺഫറൻസിംഗ് വഴി പദ്ധതി പൂർത്തീകരണം ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് കല്യാൺ റോഡ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ചടങ്ങ് മണ്ഡലം MLA E ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് പട്ടികജാതി ഉന്നതികൾക്കുണ്ട്, പട്ടികവർഗ ഉന്നതികൾക്കുണ്ട്, ഇതെല്ലാ ഇടങ്ങളിലും നടപ്പാക്കുന്നു. കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് നിങ്ങളോട് പറയുന്നു. ജില്ലയിൽ 2016 മുതൽ 26 വരെയുള്ള 10 കൊല്ലം, ഈ 10 വർഷക്കാലമായി 27 നഗരങ്ങൾ നമ്മുടെ ജില്ലയിൽ ഇത്തരം പദ്ധതികൾ നടപ്പാക്കി. എന്ന് പറഞ്ഞാൽ 27 നഗരങ്ങളിൽ 27 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കി. മറ്റൊരുപാട് കോടി വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നു. അതൊക്കെ പൊതുവായി ഉണ്ടാക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ഇൻചാർജ് P മിനി പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ നിർമ്മിതി കേന്ദ്രം ജനറൽ മാനേജർ EP രാജ്മോഹൻ നിർമ്മാണ റിപ്പോർട്ടും അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ M സുമതി, ഫൗസിയ ഷെരീഫ്, M വിജയൻ, വാർഡ് കൗൺസിലർ A രാജൻ, CDS അംഗം A അംബിക, SC പ്രൊമോട്ടർ P ലജിൻ എന്നിവർ സംസാരിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ സ്വാഗതവും പട്ടികജാതി വികസന ഓഫീസർ PB ബഷീർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.